നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ രാവിലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം ചപ്പാത്തി മാവ് ആണ് വേണ്ടത്. പിന്നെ അതിനോടൊപ്പം തന്നെ കുറച്ച് തേങ്ങയും മധുരത്തിനായിട്ട് ശർക്കരയുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരല്പം തേങ്ങയും ഒരല്പം ശർക്കരയും എടുത്ത് അതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നു. ഏകദേശം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ള ചപ്പാത്തി ഉരുളകളാക്കി അത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നു. നന്നായി ഒത്തിരി അമർത്താതെ പരത്തി എടുക്കുക. നമ്മൾ ഒരു ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ നല്ല വലുതായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറത്തേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ പുറത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരയും തേങ്ങയും നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത ശേഷം അത് ഇങ്ങനെ നന്നായിട്ട് മടക്കി എടുക്കാം. ഇങ്ങനെ ഞാൻ ബാക്കിയുള്ള മാവും പരത്തി അതിനകത്തേക്ക് ശർക്കരയും തേങ്ങയും വെച്ച് ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് പുറത്തും നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് രണ്ട് വശവും നന്നായിട്ട് മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എളുപ്പത്തിലുള്ള മധുര പലഹാരം തയ്യാറായി കഴിഞ്ഞു. ഒരു സൈഡ് ഇപ്പൊ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോ അടുത്ത സൈഡും അതേപോലെ നെയ്യൊക്കെ തേച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തു. രണ്ട് സൈഡും നന്നായി മുരിഞ്ഞ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എളുപ്പത്തിലുള്ള പലഹാരം തയ്യാറായി കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. രാവിലെ അവരുടെ ബോക്സിനകത്തൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവാൻ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി പറയുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ശുഭദിനം. ബൈ.